സോറിയാസിസ് എന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ തൊലിപ്പുറത്ത് വരുന്ന അസുഖമാണ്. എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്? നമ്മുടെ പ്രതിരോധ ശക്തിക്ക് വ്യതിയാനം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നത്. നമ്മുടെ സോറിയാസിസ് എന്ന് പറയുന്നത് ഒരു തൊലിപ്പുറത്ത് വരുന്ന ചുമന്ന് ചൊറിച്ചിലുള്ള പാടുകളായിട്ട് വരുന്ന ഒരു അസുഖമാണ് സോറിയാസിസ്. അത് കാണുമ്പോൾ മറ്റുള്ളവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, അവർക്കത് പകരുമോ, അവരോട് അടുത്തിടപഴകിയാൽ പകരുമോ, തൊട്ടാൽ പകരുമോ എന്നുള്ളത്. പക്ഷേ സോറിയാസിസ് അങ്ങനെ പകരുന്ന ഒരു രോഗമല്ല, അതൊരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ്. നമ്മുടെ സന്ധികളിൽ വേദനയും നീർവീക്കവും പിടുത്തവും ഒക്കെ ആയിട്ട് വരുന്ന സോറിയാസിസ് സന്ധികളെ ബാധിക്കുമ്പോഴാണ് നമ്മളതിനെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. കേരളത്തിൽ ഏകദേശം 3 മുതൽ 3.5 ലക്ഷം ആളുകൾ ഈ സോറിയാസിസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതുകൊണ്ട് ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു അസുഖമാണ് സോറിയാസിസ്. നമ്മുടെ സന്ധികളിൽ ഏതൊക്കെ പാറ്റേണിലാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് വരാൻ സാധ്യതയുള്ളത്? ഏറ്റവും സാധാരണമായി നമ്മൾ കണ്ടുവരുന്നത് ഒളിഗോ ആർത്രൈറ്റിസ് എന്ന് പറയും. അതായത് 5 സന്ധികളിൽ താഴെയുള്ള സന്ധികളിൽ നമുക്ക് ആർത്രൈറ്റിസ് വരുമ്പോൾ നമ്മൾ അതിനെ ഒളിഗോ ആർത്രൈറ്റിസ് എന്ന് പറയും. അതായത് ഒരു മുട്ട്, ഒരു കൈക്കുഴ, അല്ലെങ്കിൽ ഒരു തോളെല്ല്, പിന്നെ ഒരു കാലിൽ കണ്ണങ്കാലിൽ ഒരു ജോയിൻറ്റ് മാത്രം, മറ്റേ കാലിൽ ഒരു വിരൽ മാത്രം, അതിനെയാണ് ഒളിഗോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതല്ലാതെ നമുക്ക് പോളി ആർത്രൈറ്റിസ് എന്ന രീതിയിൽ വരാം. അതായത് ഒരു ആമവാദം പോലെ 5ൽ കൂടുതലായിട്ടുള്ള സന്ധികളിൽ വേദനയും നീരും നീർക്കെട്ടും ഒക്കെ വരുന്നതിനാണ് പോളി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ വിരലിൻ്റെ അഗ്രഭാഗത്തുള്ള DIP എന്ന ജോയിൻറ്റിൽ മാത്രമായിട്ട് ആർത്രൈറ്റിസ് വരാം. അതിനാണ് DIP ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ മിക്കപ്പോഴും ഈ നഖവും ബാധിക്കപ്പെടും. അതല്ലാതെ നമുക്ക് ആർത്രൈറ്റിസിൽ മ്യൂട്ടിലൻസ് എന്ന് പറഞ്ഞൊരു വാദം വരാം. അതായത് സന്ധികൾ നീർക്കെട്ട് വന്ന് നശിച്ചു പോവുക കൈകാലിൻ്റെ വിരലുകളുടെ, അതിനാണ് ആർത്രൈറ്റിസ് മ്യൂട്ടിലൻസ് എന്ന് പറയുന്നത്. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് സ്പോണ്ടലൈറ്റിസ് ആയിട്ട് വരാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്സിയൽ ജോയിൻസ് എഫക്റ്റഡ് ആവുക. ആക്സിയൽ ജോയിൻസ് എഫക്റ്റഡ് ആകുമ്പോഴാണ് അതിനെ ആർത്രൈറ്റിക് സ്പോണ്ടലൈറ്റിസ് എന്ന് പറയുന്നത്.